ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ എഡിയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ജൂൺ 22 തളപതി വിജയുടെ പിറന്നാൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പിറന്നാളോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ ജനനായകൻ്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെന്ന് പറയാം. ജൂൺ 22 രാത്രി 12 മണിക്കാണ് അപ്ഡേറ്റ് വിടുക എന്നാണ് അണിയർ പ്രവർത്തകർ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഗ്ലിംസ് വീഡിയോ ആണെന്ന് തോന്നുന്നു പുറത്തു വിടുന്നത്. അവസാന ചിത്രം ജനനായകൻ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം പൊങ്കലിനാണ് റിലീസ് ചെയ്യുക. 2026 പൊങ്കലിന് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇൻഡസ്ട്രിയിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമായതുകൊണ്ട് തന്നെ അത് ഇൻഡസ്ട്രിയിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിറന്നാളായിരിക്കുമെന്നാണ് തോന്നുന്നത് ഈ ഒരു പിറന്നാൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പിറന്നാളിന് വളരെ പ്രത്യേകതയാണുള്ളത്. 51ാമത്തെ പിറന്നാളാണിത്. 1974 ജൂൺ 22 അദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ 51ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവും കൂടിയാണ്, തലവരും കൂടിയാണ് അദ്ദേഹം. 2026 ഇലക്ഷനെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എഡ്യൂക്കേഷൻ അവാർഡുകളും കാര്യങ്ങളൊക്കെ ചെന്നൈയിൽ വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയമായിട്ടും വളരെ നല്ല രീതിയിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയമായി നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഇലക്ഷനെ മുന്നോടിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറും അവസാനത്തിലേക്ക് വന്നുവെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കില്ല, അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരിക്കും ജനനായകൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ ലാസ്റ്റ് പിറന്നാളായിരിക്കുമെന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഒരു പക്ഷേ അദ്ദേഹം തീരുമാനത്തിൽ മാറ്റം വന്നാൽ 2026 ഇലക്ഷന് ശേഷമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ ഇദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരുമോ ഇല്ലയോ എന്നത്. ഏതായാലും വാട്ടവർ, സിനിമ നിർത്തിയോ അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയത്തിനെ കണ്ടിന്യൂ ചെയ്യുമോ, എന്തായാലും കഴിഞ്ഞ 30 വർഷമായിട്ട് തമിഴ് സിനിമയിലെ ഒരു എൻ്റർടൈനർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറിനെയാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നതെന്ന് പറയാം. കാരണം ഡാൻസ്, ഫൈറ്റ്, പാട്ടുകൾ, മാസീൻസ്, അല്ലെങ്കിൽ എല്ലാം നിറഞ്ഞൊരു ഇവിടെ എന്തും പോകുമെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ്, അല്ലെങ്കിൽ ഒരു പോപ്പുലർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ, മാസ് മസാല സിനിമകളൊക്കെ ചെയ്തുകൊണ്ട്, അങ്ങനത്തെ സിനിമകൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ജനങ്ങളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു നായകനായിരുന്നു ഇദ്ദേഹം എന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ തുടക്കം മാത്രം നല്ലതായിരുന്നില്ല. 1992 നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹീറോ ആയിട്ട് അരങ്ങേറ്റം കുറിച്ചത്. അതിന് മുമ്പ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും 1984 വെട്രി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. അതിനുശേഷം 1992 അദ്ദേഹം നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ അരങ്ങേറ്റം കുറിച്ച ചിത്രം പരാജയപ്പെട്ടു. അതോടൊപ്പം തുടർ പരാജയങ്ങളായിരുന്നു പിന്നീട് ഇങ്ങോട്ട്. കുറേ ചിത്രങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ വന്ന പൂവയോനക്കാകെ എന്ന ചിത്രം 1996 പുറത്തിറങ്ങുന്നതും പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ ആവുന്നതും. അതിനിപ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ തുടർച്ചയായ പരാജയങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ചെയ്താണ്. അദ്ദേഹം സ്റ്റാർട്ടിങ് നാളെ തീർപ്പെന്ന ചിത്രത്തിൻ്റെ ഒരു പ്രകടനത്തിനൊക്കെ തമിഴ് മീഡിയാസും തമിഴ് പത്രമാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ട്രോൾ ചെയ്തതാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കുന്നതും. ഇപ്പോൾ ഒരു സിനിമ ആക്ടർ എന്നതിലുപരി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടും അദ്ദേഹം ഇപ്പോൾ നിലകൊള്ളുന്നു. ഏതായാലും സീറോയിൽ നിന്ന് തുടങ്ങി ഇന്ന് വലിയൊരു സൂപ്പർ സ്റ്റാർ, സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയൊരു സൂപ്പർ സ്റ്റാറായിട്ട്, ഒരു ബ്രാൻഡായിട്ട് ഇങ്ങനെ തളപതി ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയാം. ഏകദേശം 69ഓളം സിനിമകൾ ഇതിൻ്റെ കരിയറിൽ, 30 വർഷത്തിലേറെയായിട്ടുള്ള കരിയർ എന്ന് പറയാം. ഏതായാലും വളരെ എൻ്റർടൈനറായിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഹിറ്റോ ഫ്ലോപ്പോ, അല്ലെങ്കിൽ ഏറ്റവും മോശം സിനിമകളാണെങ്കിലും ഏറ്റവും നല്ല സിനിമകളാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാർട്ടുകൾ എല്ലാവരെയും ആകർഷിക്കുമെന്നതാണ്. കാരണം നല്ല ഡാൻസും കാര്യങ്ങളും ഒക്കെ, നല്ലൊരു ഡാൻസ് കൊറിയോഗ്രാഫിയും, വളരെ നല്ല ഡാൻസും കാര്യങ്ങളും, അതോടൊപ്പം നല്ല എൻ്റർടൈനിങ് ആയ സോങ്സ് പണ്ട് തൊട്ടേ സ്റ്റാർട്ടിങ് തൊട്ടേ ഇദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ കൂടുതൽ പോപ്പുലർ ആക്കിയതും സാധാരണക്കാരിലേക്കൊക്കെ കൂടുതൽ എത്തിക്കാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടും ആ ഡാൻസും ഒക്കെയാണ്. കേരളത്തിലുടനീളം ഇദ്ദേഹത്തിന് ഫാൻസ് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടേറെ തമിഴ് നടന്മാരുണ്ട്, അല്ലെങ്കിൽ ഒട്ടേറെ തെലുങ്ക് നടന്മാരുണ്ടെങ്കിലും വിജയും അല്ലു അർജുനുമാണ് കേരളത്തിലൊരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് കാരണമെന്ന് പറയുന്നത് രണ്ടുപേരുടെ ഡാൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ രണ്ടുപേരുടെ പാട്ടുകളും അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കേരളത്തിൽ ഇത്രയേറെ വലിയ ഫാൻസ് ഉള്ളൊരു അന്യഭാഷാ നടൻ എന്നത് വിജയാണ്. അല്ലു അർജുനേക്കാളും ഫാൻസ് വിജയ്ക്കാണെന്ന് തോന്നുന്നു കേരളത്തിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികളുടെ തെത്തുപുത്തൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ 22-ന്. നാളെ ബെട്രിയിൽ തുടങ്ങി ജനനായകൻ വരെ എത്തി നിൽക്കുന്ന ആ ഒരു കരിയർ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടായിരുന്നു. അതായത് 2007 2011 കാലഘട്ടത്തിലൊക്കെ ഒട്ടേറെ ഫ്ലോപ്പുകൾ, അതിനുശേഷം കരിയർ തീരാറായെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവും, പിന്നെ 2013 ശേഷം തുപ്പാക്കിക്ക് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബാക്ക് ടു ബാക്ക് അടിച്ചടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു കാര്യങ്ങളുമൊക്കെ. ഏതായാലും അദ്ദേഹത്തിന് 51ാമത്തെ പിറന്നാളാണ് ജൂൺ 22-ന്. ക്ലിംസിന് വേണ്ടി, ജനനായകന് വേണ്ടി ആരാധകരിങ്ങനെ കാത്തിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയ് അണ്ണ ഫ്രം ഡൈ ഹാർട്ട് അജിത് ഫാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.